നോക്കി ചക്ക അടക്കുന്നത്. ചക്ക നോക്കി ചക്ക അടക്കുന്നുണ്ട് കേട്ടാ. അടക്കുന്നുണ്ട്. ഞാനും കൂടെ പോണോ? പൊക്കമുണ്ട്. അയ്യോ കൊണ്ട് ഒരു വെട്ട് അത് തന്നെ ഞാനും കൂടി ശരിയാക്കാണ്. ചെയ്യട്ട് എത്തും തരി അതറിയത്തില്ല. മുകളിലത്തെ പടി വരെ കയറി കേട്ടാ. അങ്ങറ്റം വരെ കയറി കേട്ടാ. ആ തന്നെ തന്നെ. അതേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി മഞ്ഞി കൊറേ ചക്കകൾ ഇപ്പൊ ഉണ്ട്. ഏറ്റവും മേളിലെ വലിയ മുതുക്ക് ചക്ക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പോകണമായിരുന്നു. പഞ്ചായത്തിൽ പോകണം എന്തെങ്കിലും പോയാൽ സെറ്റാവുള്ളൂ. പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, അതുകൊണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇനി ഉടനെ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഉടനെ വന്നിട്ട് എൻ്റെ അവിടെ ഒരു ചക്ക വീണേട്ടോ. ഒരു മുതുക്ക് ചക്ക. നോക്കട്ടെ. അമ്മ ഒരു മുതുക്ക് ചക്ക വന്ന് വീടമ്മ. ഉണ്ട് ഉണ്ട് ചക്ക ഇരിക്കുന്ന തറക്കണാണ്. മുതുക്ക് ചക്ക മുതുക്ക് ചക്ക. പാറയിൽ എത്ര വരെ അതിൻ്റെ വണ്ണം. ചക്ക എടുത്ത് ഇറങ്ങി പാറയിലെത്ത ചക്ക. അത് തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം തീരുമാനമാവുമോ എന്നായിരുന്നു. ആ തന്നെ വെട്ടല്ലെങ്കിൽ വരും. പക്ഷെ അമ്മാവന് അങ്ങോട്ട് അങ്ങനെ ഇല്ല. എന്ത് ചെയ്യും വെട്ട? അതല്ല അങ്ങോട്ട് ഇങ്ങനൊന്ന് വെട്ടം വെച്ചിരിക്കും. അവരടുത്ത് അങ്ങനെ പറയാത്തത് അവിടെ ഉള്ളവർക്ക്. അവർക്കും കൂടെ തോന്നണ്ടേ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വയ്ക്കും. പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ട് കേൾക്കില്ലല്ലോ അമ്മ. അമ്മയുടെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞത്. എവിടെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു വരുന്നത്. എവിടെ അറിയത്തില്ല. ഇതിന് വെയിലായിട്ട് പാട്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നോക്കാം. എവിടെ പാട്ട് കേൾക്കണം. ഇവിടെ ആകെ ആ കോവിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ കോവില് ഒരെണ്ണം. ഇവിടെ എവിടെ ഒരു കോവിൽ. പിന്നെ ഇതാണ്ട് അങ്ങറ്റത്ത് കോവില് അങ്ങോട്ട് രണ്ടെണ്ണം അന്തരമുണ്ട്. മൂന്നെണ്ണം അന്തരമുണ്ട് ആ ഭാഗത്ത്. അങ്ങോട്ടങ്ങനെയില്ല. പിന്നെ പച്ചക്കാട് എവിടെ കോവിലാണോ എന്താ അറിയത്തില്ല. നോക്കട്ടെ. എവിടെ പോകുമ്പോൾ നോക്കാം കേട്ടോ. എവിടെയാണെന്നുള്ളത് കേട്ടോ. ഇങ്ങനെ വെയിലായിട്ടപ്പം അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എത്ര പോരാ. അമ്മ ഇഷ്ടമല്ല. കാരണം അമ്മേനെ
കൂടുതൽ ഞാൻ എടുക്കാതെ. അമ്മ പറയുന്നത് കൂടുതൽ എടുക്കാത്തത് അതാണ്. ഈ ഇലക്ട്രിസിറ്റി കാര്യം എല്ലാം നോക്കും. പിന്നെ അമ്മമ്മയുടെ അവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഇത് ഉടനെ ശരിയാവും. അവിടുത്തെ ശരിയായിരുന്നെങ്കിൽ മതിയായിരുന്നു അല്ലേ. അമ്മയ്ക്ക് രാത്രി കോവിലൊക്കെ പോയിട്ട് വരുന്നതിന് വേണ്ടി ഉള്ള ഒരു സൗകര്യം അവർ ഒരുക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരു സെറ്റായതല്ലേ. അത് അങ്ങനെ കൊടുത്താൽ മതിയായിരിക്കും. നമുക്ക് പിന്നെ എടുക്കാം കാര്യങ്ങളുണ്ടായിട്ട്. ഞാനിവിടെ വച്ചിട്ട് പോയമ്മ. ശേ എന്തൊരു ഉണക്കായിട്ടെ. ഞാൻ പുളിഞ്ചീര് അവിടെ ചായച്ച് വെച്ചിരുന്നു കാണാൻ. ഇങ്ങനെ എവിടെ പോയത്? എവിടെ പോയത്? നിങ്ങളിവിടെ ചായ വെച്ചിരിക്കുന്നു. പ്ലാവിന്റെ മുട്ടിൽ നോക്ക്, പ്ലാവിന്റെ മുട്ടിൽ നോക്ക് കാണാം. പ്ലാവിന്റെ മുട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്ക്. പുളിഞ്ചി വേണ്ട അവിടെയാണ് കേട്ടോ. എന്താ അതാ ആ വാഴയില്ലേ, ഈ കാണുന്ന വാഴ, ആ കാണുന്ന അങ്ങ് നിൽക്കുന്ന വാഴ എൻ്റെ അപ്പുറത്തായിട്ട് വെച്ച വണ്ടി കൊണ്ട് ഒതുക്കിയിരുന്നില്ലേ, എൻ്റെ വലതുവശത്തായിട്ട് ആ പുളിഞ്ചീര അവിടെ ആയിട്ട് നിൽക്കാനായിട്ട്. ഗൈസ് ചക്ക എന്തിനാണ് എന്തൊരു ചക്ക തരുന്നാണ് പറഞ്ഞത്. ചക്കയുടെ കാര്യത്തിനൊന്നും തീരുമാനമായിട്ടെന്നാണ് തോന്നുന്നത്. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നണത് കേട്ടോ. ഇപ്പം വൈകുന്നേരം പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. വൈകുന്നേരം പോകുമെന്നുള്ളത് ഞാൻ പറയാം. ഇത് ഈ വീഡിയോ അപ്പോഴും എടുക്കാം. അത് മുന്നേ കുറച്ച് വീഡിയോകളൊക്കെ എടുക്കാം കേട്ടോ. അയ്യോ പിന്നെ എടുക്കാം കേട്ടോ. കഴിച്ചതേ ഉള്ളൂ, പിന്നെ എടുക്കാം. കണ്ട നിൽക്കുന്നു അവിടെ കൊണ്ട് വെച്ച് അവിടെ കൊണ്ടിട്ട് തന്നെ അവിടെ കൊണ്ടിട്ടിരിക്കണ ഏട്ടാ അമ്മ. കണ്ട് ഞാൻ കണ്ട്. ഇതെങ്കിലും കണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഏട്ടാ. അത് ആ അപ്പുറത്തെ പുളിഞ്ചീര അവിടെ ആ അതിലേ അച്ഛൻ വണ്ടി എതിർന്നതിൻ്റെ വലതുവശത്തായിട്ട് ഒരു പുളിഞ്ചിരിക്കണ്. ആ അവിടെയാണ് നിൽക്കുന്നത്. ആ കക്കൂസിൻ്റെ അടുത്തൊരു പുളിഞ്ചി അവിടെയാണ് കേട്ടോ. ആ അവിടെ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്കയും കൂടെ കിട്ടുമല്ലോ ഇന്ന്. പഴുത്താൻ തരും, പഴുക്കാത്ത വേണമെങ്കിലും കിട്ടും. തരും കേസ്, നോക്കാം പിന്നെ എടുക്കാം. ഓ അതെ കേസ് പിന്നെ എടുക്കാം. ശർക്കര ഇത് നേരത്തെ ഇപ്പം പിന്നെ എടുക്കാം കുറച്ച് ഇതുപോലെ ഒരു നോക്ക്. എൻ്റെ ജീവൻ ഒരു വീഡിയോ ഇരുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിടാൻ വിചാരിച്ചു. ഇന്ന് ഇപ്പോഴത്തെ വീഡിയോ കേട്ടോ, എല്ലാം കൂടെ ഒരുമിച്ചിടാം. ഒരു ദിവസം അങ്ങനെ മൊത്തമൊന്ന്
കഴുകി ഇറക്കട്ടെ വെള്ളം. അഴുകി പോലെ ഒഴുകിപ്പോണത് ഒഴുകിപ്പെട്ടു. കുഴി വെട്ടി വെച്ചതായിരുന്നു, വീണ്ടും അത് പഴയ പോലെ. റോസാപ്പൂ സെറ്റായി കേട്ടോ, അടിപൊളിയായിട്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. ഇനിയിപ്പോൾ വരട്ടെ, വെയിറ്റ് പിന്നെ എടുക്കാം. ആരാ വിളിക്കണേ? പിന്നെ എടുക്കാം കേസ്. ആരോ വിളിക്കുന്നുണ്ട്, നോക്കട്ടെ ആരെ. ചീമിച്ചക്കയിൽ കാ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് ഇവിടെ എവിടെയോ ചീമിച്ചക്കയിൽ കാ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട് ഒരു കാ ഒന്നുകൂടെ കണ്ട കണ്ട കായൊക്കെ വന്നു. ഈ കാക്ക വരുമായിരിക്കും അല്ലെങ്കിൽ സൈക്കിളിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ആൾക്ക് എങ്ങനെ എടുത്ത് കൊടുക്കാം. അതുകൊണ്ട് ആ കൊച്ചിനെ എടുത്ത് കൊടുക്കാം, അതാണ് നല്ലത് കേട്ടോ. കൊച്ചിനെ എടുത്ത് കൊടുക്കാം സൈക്കിൾ കേട്ടോ. അതുകൊണ്ട് നീ ഇത് വണ്ടി എടുക്കാറാകുമ്പോൾ എൻ്റെ ഈ ഇതിനെ എടുത്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ എടുത്ത് കൊടുക്കാം. എടുക്കുന്നത് ശരിയാകത്തില്ല, ഞാൻ ഇങ്ങനെ പോകുന്നില്ല ഒരിടം. കുറേ ദിവസമായി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരിടം പോക്കില്ല. എവിടെയെങ്കിലൊക്കെ പോകണം, എവിടെയെങ്കിലൊക്കെ പോകണം സുഹൃത്തുക്കളെ. ഇപ്പം അമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കും. അവിടെ വള്ളിയൊക്കെ പടർന്ന് നടക്കണം, വള്ളിയൊക്കെ പടർന്ന് കിടക്കുകയാണ് യേശുവിൻ്റെ. വള്ളിയൊക്കെ പടർന്ന് കിടക്കുന്നുണ്ട്, ഇതാണെന്ന് അറിയത്തില്ല. ഇനി എടുക്കാം രാത്രി നിന്നുകൊണ്ട് ആ സാധനം എടുത്ത് പൊക്കി വയ്ക്കാൻ വേണ്ടിട്ട പാട്. രണ്ടരും കൂടെ ആഴി കയറി പൊക്കിയതാണ്ട് ഇവിടെ കൊണ്ടിട്ടത്. ബൾബിടാൻ വേണ്ടി വന്ന കേട്ടോ. ഓക്കെ, ബൾബിടാൻ വന്ന കേട്ടോ. ബൾബൊക്കെ ഇട്ടിട്ട് ഇലക്ട്രിസിറ്റി ബൾബിടാൻ വേണ്ടി ഒരു ആള് വരുന്നുണ്ടാവും. അപ്പൊ ആള് വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ നിൽക്കുകയാണ്. ഒരു കെട്ടിടമാണിത്. സോവിയറ്റ് യൂണിയന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്ന KGBയുടെ കൊളംബിലെ ആസ്ഥാനം. ബൾബ് ഉണ്ടോ? സോവിയറ്റ് യൂണിയന്റെ ബൾബുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബൾബുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിഷ്ഠൂരമായ മാർഗങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു. നഗരം പിന്നായി കഴിഞ്ഞു. സൈബറിയ നദിയുടെ തീരത്താണ് ഇപ്പോൾ പോകുന്നത്. നദീതീരത്ത് വിശാലമായ നെൽപ്പാടങ്ങൾ, കൃത്യമായ ജലസേചന സൗകര്യമുള്ളതിനാൽ നല്ല വിളവ് ലഭിക്കുന്ന പാടങ്ങളാണിത്. നമ്മുടെ നാട്ടിലേതിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറിയ കണ്ണുകളാണ് വയലിലുള്ളത്. ചെയ്തുകൊണ്ട് തന്നെ വരമ്പ് വെച്ച് ജനസംഖ്യയിൽ 98% മുസ്ലിങ്ങളുള്ള ഈ രാജ്യത്ത് പെരുന്നാൾ ദിനത്തിൽ ആളുകളെ ഒന്നും തൊഴിലിടങ്ങളിൽ കാണില്ലെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പാതകൾ സജീവമാണ്. കടകളിൽ കൃഷിയിടങ്ങളിലും ധാരാളം ആളുകൾ ആ പാടത്തേക്ക് എടാ ചെയ്തിട്ട് പോയി. മറ്റേ നേരത്തെ ഉണ്ടായിരുന്നില്ലേ ബൾബ്, അതെടുത്ത് മറ്റേ ഇവിടെ കറയെ കൊണ്ടിട്ടിട്ട് വേറൊരു ദണ്ട അതേപോലത്തെ ഒരു ബൾബിന് അവിടെ ഒരു ബൾബ് ഇടാൻ വേണ്ടി പോയിരിക്കുന്നത്. പിന്നെ അവിടെ ഇതേ ബൾബ് ഉണ്ടല്ലേ,
ഇതേ ബൾബ് എടുത്ത് കണ്ട് ആ പോസ്റ്റിൽ ഇട്ടിട്ട് പോയിരിക്കുന്നു തന്നെ കണ്ട് ബൾബ് ഇട്ടിരിക്കുന്നു വലുതായി ദാണ്ട അങ്ങനത്തെ പോസ്റ്റ് ഇടണമെന്ന് തോന്നുന്നു കേട്ടോ. പട്ടി എന്തൊരു കരയായിരുന്നു. എന്തായാലും തോന്നണം കേട്ടോ. അതുകൊണ്ട് കത്തണം തോന്നണം കേട്ടോ. കത്തുന്നുണ്ടാന്ന് അറിയത്തില്ല കേട്ടോ. കത്തുന്നില്ല കേട്ടോ. കത്തിന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. കത്ത് ഇരിക്കുന്നു. സന്തോഷ വാർത്ത പിന്നെടുക്കാം. രണ്ടുമില്ല കേട്ടോ. ഇത് 1514 1514 എന്തറിയണം. 1514 എന്ന് അടയ്ക്കണമെന്ന് പേര് അറിയത്തില്ലല്ലോ. അടയ്ക്കേണ്ടതെന്ന് കൊടുത്തിരിക്കുന്നത് 14/3/2026. വിച്ഛേദന തീയതി ഇത് 29/3/2026 കേട്ടോ. നമുക്ക് പിന്നീട് അങ്ങനെ ചോറ് വയ്ക്കാൻ വേണ്ടി പോകേണ്ട സുഹൃത്തുക്കളെ ഒന്നും വേണ്ട. ഭയങ്കര വെയിൽ കേട്ടോ. അതുകൊണ്ട് അവിടെയും ഇത് ചെയ്ത് ഇതാണ്ട് അവിടെ നോക്കി അവിടെയും ചെയ്തെന്ന് തോന്നണം കേട്ടോ. എന്നാണ്ട് അവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഉണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ലൈറ്റ് ഇരുന്നാണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് മറ്റേ വാട്ടർമെലൻ്റെ ഫുഡ് ഈറ്റ് ചലഞ്ച് ഉണ്ടല്ലോ. പക്ഷെ അത് ഫ്ലോപ്പായിപ്പോയി. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് മതി കേട്ടോ. അപ്പം നമ്മൾ 318 ഉണ്ട്. 318 വീഡിയോസ്. ഇപ്പം സബ്സ്ക്രൈബ് ഇപ്പം 76 ആയതേ ഉള്ളൂ. ഇപ്പം പതുക്കെ സബ്സ്ക്രൈബ് ആയിക്കോട്ടെ. ഇപ്പം എനിക്ക് ചൂട് ഇപ്പം അകത്ത് കയറിയിരിക്കും. എനിക്ക് ഇന്നെന്തൊരു കറിയെന്ന് നോക്കാം. വാട്ടർമെലൻ ചലഞ്ചിന് ഇതാവുമല്ലോ. ഇനി അതിൻ്റെ എന്തൊരു വന്ന് കിടപ്പുണ്ട്. എന്തൊരു നോക്കണം ഇനി പിന്നീട്. കറിയച്ച മീൻ, ഇത് ഒഴിച്ചു കൂട്ടാൻ ബീട്രൂട്ട് തോരൻ. ഇന്ന് ഇത് ബൾബിടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ഇടാന്ന് കേട്ടോ വിചാരിച്ചത്. ഇത് വല്ലാത്ത ഇതായിട്ട് ഇന്നലെ മെനിഞ്ഞാന്ന് ഇതായിപ്പം ഇന്ന് കുറച്ച് ദിവസം കൊണ്ടേ അവരുടെ പോണില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തി ഇരിക്കാനാണെന്ന് തോന്നണം എനിക്ക് തോന്നുന്നത്. എവിടെയും പോവാതെ ഇങ്ങനെ അറിയത്തില്ല, പോകുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. എപ്പോഴും പോകുമെന്താ പഞ്ചായത്തിലും പറഞ്ഞ്, വെറുതെയാണ് ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിടിച്ചപ്പെടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു പിടിയുന്നതായിരിക്കും. ബൈ.